الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിച്ച് അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിഹിത ബന്ധങ്ങളുടെയും മാംസക്കച്ചവടത്തിൻ്റെയും ലജ്ജിപ്പിക്കുന്ന കഥകൾക്ക് നടുവിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി ആളുകൾ പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യാൻ ആവശ്യപ്പെടുകയും തയ്യാറാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് സമൂഹത്തിൽ ചില രംഗങ്ങളൊക്കെയുള്ളത് എന്ന് നമുക്കറിയാം. മാതാപിതാക്കൾ പോലും ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കൂട്ടുനിൽക്കുകയും ഞങ്ങളുടെ മക്കൾക്ക് പ്രശസ്തിയും പണവും മതി, അതിനു വേണ്ടി എന്തും ചെയ്യാം എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സിനിമാ ലോകം അതെന്തുമാവട്ടെ, നാം അങ്ങനെയൊരു ചർച്ചയ്ക്ക് നാം അത് വിഷയമാക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെയൊരു ചർച്ച വരുന്ന സമയത്ത് അത് സിനിമാ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമുക്കിടയിലുള്ള മറ്റു പല മേഖലകളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ ഗൗരവം എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഓരോരുത്തർക്കുമുണ്ട്. ഒരുപക്ഷെ നട്ടപ്പാതിരാക്ക് സൂര്യൻ ഉദിക്കുകയാണ് എങ്കിൽ ഒരുപാട് മാന്യന്മാരായ ആളുകളുടെ
പൊയ്മുഖങ്ങൾ വെളിച്ചത്ത് വരുന്ന അവസ്ഥയിലാണ് പലപ്പോഴും സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെ ഒരു മാന്യതയുമില്ലാതെ, സംസ്കാരത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ലൈംഗിക കേളികളിൽ വ്യാപൃതരാകുന്ന ഒരു സമൂഹമായി നാം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആരോപണമല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ പരിസരത്ത് കൂടി നാം നടന്നു നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലോ ബീച്ചിലോ ചെന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചെലവഴിച്ചാൽ മതി. അതുപോലെയുള്ള ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്താലും മതി. ഇത്തരത്തിലുള്ള കാമകേളികളിൽ കൗമാരപ്രായക്കാരും യുവത്വ പ്രായത്തിലുള്ള ആളുകളും ഇടപഴകിക്കൊണ്ടിരിക്കുന്നതും ചുറ്റുപാടുകളിൽ ആളുകളുണ്ട് എന്ന ബോധം പോലുമില്ലാതെ അവർ പരസ്പരം ഇടപഴകുന്നതുമായ കാഴ്ചകൾ നിങ്ങൾ കോഴിക്കോട് പട്ടണത്തിലുള്ളവരാണ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടുന്ന ആവശ്യമില്ല. ബീച്ചിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമെല്ലാം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാം കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ സമൂഹം കടന്നു പോകുന്ന സന്ദർഭത്തിൽ എന്താണ് ഈ അവിഹിത ബന്ധങ്ങളുമായി, വ്യഭിചാരവുമായി, അത്തരത്തിലുള്ള അവസ്ഥകളുമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. വളരെ സുരക്ഷിതത്വത്തോടുകൂടി, സാംസ്കാരിക മൂല്യങ്ങളോടുകൂടി വളർന്നു വരുന്ന, ജീവിക്കുന്ന, മുന്നോട്ട് ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയെയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈംഗിക ജീവിതം എന്നത് അതിനിടയിൽ വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയെ ഇസ്ലാം കാണുന്നത് മറ്റുള്ള മേഖലകളെക്കാൾ എല്ലാം പരിശുദ്ധമായിട്ടാണ്. ഉദാഹരണമായി ലൈംഗിക മേഖലകളിൽ ഖുർആൻ മൊത്തത്തിൽ അതിൻ്റെ ഉള്ള നിലപാട് എന്ന് പറയുന്നത് തഹ്രീം എന്നതാ. പാടില്ല, അടുക്കരുത്, ചെയ്യരുത് എന്നതാണ്. അഥവാ നാം വസ്ത്രം ധരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ നിലപാട് അനുവദനീയമാണ്. മൊത്തത്തിൽ അതിൽ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഭക്ഷണം ഏതും കഴിക്കാം, ഇന്നത് പന്നിയിറച്ചി പാടില്ല. അതുപോലെ ചിലത് നിങ്ങൾ മനസ്സിലാക്കുകയും ഒഴിവാക്കുകയും ചെയ്താൽ മതി. വസ്ത്രം ധരിക്കുന്നത് ഏത് വസ്ത്രവും ധരിക്കാം, പട്ടു നിങ്ങൾക്ക് ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ധരിക്കുന്നിടത്ത് ചില നിർദ്ദേശങ്ങൾ. എന്നാൽ ലൈംഗിക ജീവിതത്തിൻ്റെത് അങ്ങനെയല്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന, മറ്റുള്ളതെല്ലാം ചെയ്യാൻ പാടുണ്ട്, ഇന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോ ഈ മേഖലയിൽ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമായ കാഴ്ചപ്പാട് ഖുർആൻ സൂറത്തു അൽ മുഅ്മിനൂല പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അല്ലാഹുവിന്റെ യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, വിജയം കൈവരിച്ച ആളുകൾ അവരുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അത് സൂക്ഷിക്കുക എന്നതാണ്, ഹിഫ്ള് എന്നതാണ്, സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നതാണ് അതിന്റെ മുഖ്യമായ നിലപാട്. എന്നിട്ട് ഖുർആൻ അതിൽ നിന്ന് മാറ്റി പറഞ്ഞു ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇല്ലാ അലാ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നൊഴികെ, അത് ഒഴിവാക്കി പറഞ്ഞു. മൊത്തം നിഷിദ്ധമാണ്. അതിൽ നിന്ന് എവിടെ മാത്രം അനുവദനീയമാണ്? ഇണകളുടെ അടുത്ത് മാത്രം അനുവദനീയമാണ്. ഔമാ മലക്കത്ത് ഐമാനുഹും, അല്ലെങ്കിൽ വലങ്കയുടപ്പെടുത്തിയവർ അഥവാ അടിമകളാണ്. അങ്ങനെ ഒരു മേഖല ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇണകളുടെ അടുത്ത് മാത്രം അനുവദനീയമാകുന്ന രൂപമാണ് വിശുദ്ധ ഖുർആൻ അതിൽ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. ഒന്നും പാടില്ല, ആ മേഖലയിൽ ഒന്നും പാടില്ല.
ഒന്നേ പാടുള്ളൂ. ആ പാടുള്ളതേതാ? ഇല്ലാ അലാ അസ്വാജിഹിം, തങ്ങളുടെ ഇണകളുടെ അടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കാം എന്നത് മാത്രമാണ് പാടുള്ളതായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യൽമനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. സാധാരണ നാം കേൾക്കുന്ന തിരുവചനമാണ്. ആരെങ്കിലും തന്റെ താടിയെല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടും തന്റെ ജനനേന്ദ്രിയം കൊണ്ടും എനിക്ക് സാക്ഷി നിൽക്കുകയാണ് എങ്കിൽ അവന് ഞാൻ സ്വർഗം നൽകാം എന്ന് സാക്ഷി നിൽക്കാം. അഥവാ അത്രമാത്രം സൂക്ഷിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇന്നമാ റബ്ബി അൽ ഫവാഹിശ മാ ലഹറ മിൻഹാ വമാ ബതൻ. ഫവാഹിശുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫവാഹിശായ കാര്യങ്ങളെല്ലാം എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫവാഹിഷിനെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നത് ലൈംഗിക രംഗത്ത് കാണുന്ന അസാൻമാർഗികമായിട്ടുള്ള വേണ്ടാത്ത ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് ഫവാഹിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് മുഫസ്സിറുകളായ ആളുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഫവാഹിഷുകളും എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. വ്യഭിചാരം എന്നത്, അവിഹിത ബന്ധം എന്നുള്ളത് ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല എന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നു. കണ്ണുകൊണ്ട് അൽ ഐനു തസ്നി വൽ കഫു വൽ ഖദമു വൽ ജസദു വൽ ലിസാനു വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, അൽ ഐനു തസ്നി, തന്റെ കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. വൽ കഫു, അതുപോലെ കൈകൾ. വൽ ഖദമു, കാലുകൾ. വൽ ജസദു വൽ ലിസാനു, തന്റെ ശരീരവും തന്റെ നാവുമെല്ലാം വ്യഭിചാരത്തിൽ പങ്കാളികളാവുന്നുണ്ട്. എന്നിട്ട് വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, തന്റെ ജനനേന്ദ്രിയം അതിനെ സത്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ കളവാക്കുകയോ ചെയ്യുന്നു. ആ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട അതുപോലെയുള്ള ഒരുപാട് മേഖലകളിലൂടെ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള മേഖല കടന്നു വരുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നല്ലാഹ കതബ അല ബനി ആദമ ഹല്ലഹു മിനസ് സനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ ഭാഗമായി കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അദറകദാലിക ലാ മഹാലത ഫദിനൽ ഐനു അന്നദുറു, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്നത് നോട്ടമാകുന്നു. വലവദിനൽ ലിസാനൽ മന്തിഖു, നാവ് കൊണ്ടുള്ള വ്യഭിചാരം അത്തരത്തിലുള്ള സംസാരമാകുന്നു. വന്നഫ്സു തമന്നാ വതസ്തഹി, ഹൃദയം കൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം എന്നത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആലോചനകളുമാകുന്നു. ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതിൽ പങ്കാളിയാകുന്നുണ്ട്. വൽ ഫർജു യുസദ്ദിഖു ദാലിക കുല്ലഹു ഔ യുകദ്ദിബഹു, ഈ പറഞ്ഞ മേഖലയെ ശരീരത്തിൽ അവന്റെ ജനനേന്ദ്രിയം അതിനെ സത്യപ്പെടുത്തുകയോ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കുന്നവർ ഒഴിവാക്കുകയോ ചെയ്യുന്നു. അപ്പോ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു തെറ്റുകളെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഗൗരവത്തോട് കൂടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. വലാ തഖറബുൽ ഫവാഹിശ, ഇത്തരത്തിലുള്ള ഫവാഹിശുകളുമായി നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. ഇത്തരത്തിലുള്ള ആ മേഖലയുമായി നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. വലാ തഖറബുസ് സിന, മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അവിഹിത ബന്ധത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നിങ്ങൾ സമീപിച്ചു പോവുക പോലും ചെയ്യരുത്. അതിന് ഏതെല്ലാം രൂപത്തിലുള്ള മേഖലകളുണ്ടോ ആ മേഖലകൾ, അതിലേക്കുള്ള വഴികളെല്ലാം നിങ്ങൾ കൊട്ടിയടക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം മേഖലകളിൽ? കാഴ്ചയിലൂടെയാണെങ്കിൽ ആ കാഴ്ച, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ കണ്ണുകൾ താഴ്ത്തണമെന്ന് പറഞ്ഞത്. ഒരു സ്ത്രീയും പുരുഷനും മഹ്റമില്ലാതെ അല്ലാതെ ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞത്, അവരുടെ സംസാരത്തിലെ സൂക്ഷ്മതയെക്കുറിച്ച് പറഞ്ഞത്, പ്രവാചകന്റെ ഭാര്യമാരോട് സംസാരിക്കുന്ന സമയത്തുള്ള മര്യാദകളെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ എന്താ?
അത്തരത്തിലുള്ള തോന്നലുകളും അത്തരത്തിലുള്ള സംസാരങ്ങളും അത്തരത്തിലുള്ള നോട്ടങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു നോട്ടം നിനക്കുള്ളതാണ്, അവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് അനുവദനീയമല്ല എന്നതുപോലെയുള്ള ഒരുപാട് പ്രവാചകന്റെ തിരുവചനങ്ങൾ പറയുന്നത് ഈ വഴികളെ മുഴുവനും മടക്കുക എന്നതാണ്. അതൊരു ചെറിയ ഒരു നൂലഴ ബന്ധം പോലെയാണ്. ആ ബന്ധം അങ്ങോട്ട് കഴിഞ്ഞാൽ, ആ നൂലഴ പൊട്ടിപ്പോയാൽ അവിടെ ഈ ഫവാഹിഷുകൾ കടന്നു വരും എന്നതാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ ഏറ്റവും വലിയ പാതകമായ ശിർക്കിന്റെ കൂടെ, കൊലപാതകത്തിന്റെ കൂടെ ആണ് ഖുർആൻ ഈ അവിഹിത ബന്ധത്തെ കുറിച്ച് പറയുന്നത്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ, ഇബാദുർ റഹ്മാനുകൾ, അവരുടെ സ്വഭാവം എന്താണെന്ന് വിശദീകരിച്ചിടത്ത് ഖുർആൻ പറയുന്നു, അവർ അല്ലാഹുവിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. അതുപോലെ തന്നെ അള്ളാഹു ആദരിച്ചിട്ടുള്ള ആത്മാക്കളെ അവർ വധിച്ചു കളയുകയില്ല. വലാ യസ്നൂൻ, അവർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയുമില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായ ആളുകൾ, ഇബാദുർ റഹ്മാനുകളായ ആളുകൾ, അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയില്ല. അഥവാ ഏറ്റവും കൊടിയ പാതകമായ ശിർക്കിന്റെ കൂടെ, കൊലപാതകത്തിന്റെ കൂടെ അത്രയും അല്ലാഹു ഗൗരവത്തിൽ കാണുന്ന ഒരു തെറ്റാണ് ഈ പറഞ്ഞിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ കഴിയാത്ത ആളുകളോട്, വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് വിവാഹ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയോ ചെയ്യാത്ത, സാധ്യതയില്ലാത്ത സ്ത്രീ പുരുഷന്മാരോട് ഖുർആൻ പറയുന്നത് വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി. അങ്ങനെയൊരു ഭാഗ്യം, അങ്ങനെയൊരു നല്ല അവസ്ഥ, അഥവാ വിവാഹം കഴിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നത് വരെ നിങ്ങൾ മാന്യതയോട് കൂടി ജീവിക്കണം, പവിത്രമായി ജീവിക്കണം. തെറ്റായ വഴികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്ന രൂപത്തിൽ നിങ്ങൾ ഫവാഹിഷുകളിലേക്ക് നീങ്ങുവാൻ പാടില്ല. മാന്യമായ നിലപാടുകൾ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ പ്രവാചകന്റെ അടുക്കൽ വിശ്വാസം സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള സ്ത്രീകൾ, ആ വിധി സ്ത്രീകൾക്ക് മാത്രം ബാധകമല്ല, പുരുഷന്മാർക്കും ബാധകമാണ്. ആ സമയത്ത് ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക അലാ അല്ലാ തുശ്രികന ബില്ലാഹി ശൈഅൻ വലാ യസ്രിഖന വലാ യസ്നീന. നിന്റെ അടുക്കൽ വന്നുകൊണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളായ മക്കം ഫത്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിലുള്ള കുറെ ആളുകൾ, ആണും പെണ്ണുമായ ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ വെറുതെ അങ്ങ് ഷഹാദത്ത് സ്വീകരിക്കണ്ട, വെറുതെ അങ്ങ് ബൈഅത്ത് സ്വീകരിക്കണ്ട. പ്രവാചകരെ അവർ വരുന്ന സമയത്ത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്താ സമ്മതിപ്പിക്കേണ്ടത്? ഞങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുകയില്ല എന്ന്. അല്ലാ തുശ്രികന ബില്ലാഹ്, അല്ലാഹുവിൽ ഞങ്ങൾ പങ്കുചേർക്കുകയില്ല എന്ന്. അതുപോലെ വലാ യസ്രിഖന, ഞങ്ങൾ മോഷണം നടത്തുകയില്ല എന്ന്. വലാ യസ്നീന, ഞങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നുമുള്ള ബൈഅത്ത് അവരിൽ നിന്ന് വാങ്ങണം. അപ്പൊ ഇത്ര ഗൗരവമുണ്ട് ഈ വിഷയം. നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായി തീർന്നിട്ടുള്ള, സർവ്വ മേഖലകളിലും വ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ വിഷയം ഇസ്ലാമികമായി നാം ചിന്തിക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തോട് കൂടിയിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഈ മേഖലയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നത് ഗൗരവത്തോടു കൂടി നമ്മളെന്ന വ്യക്തികളും നമ്മുടെ കുടുംബങ്ങളും മുസ്ലിം സമൂഹവുമെല്ലാം ആ രൂപത്തിൽ തന്നെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈമാനിന് ഇത്രമാത്രം കളങ്കം ചാർത്തുന്ന മറ്റൊരു പ്രവൃത്തിയില്ല എന്നാണ്. ഈമാനാണല്ലോ നമ്മൾ മുഅ്മിൻ എന്ന് പറയുന്നത്. ഈമാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ മുഅ്മിനാകുന്നത്. ഈമാനിന് ഇത്രമാത്രം കളങ്കം ചാർത്തുന്ന
വഴിവിട്ട ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന അത്രയും കളങ്കം ചാർത്തുന്ന മറ്റൊന്നുമില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരാൾ അവൻ വ്യഭിചാരത്തിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവൻ വിശ്വാസിയല്ലാതായി തീരുകയാണ്, അവൻ മുഅ്മിനല്ലാതായി തീരുകയാ. മുഅ്മിനായിക്കൊണ്ട് ആ വിശ്വാസം ഉൾക്കൊണ്ട ഒരുത്തന് വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല. ഇദാ സന റജുലു ഖറജ മിൻഹുൽ ഈമാൻ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരാൾ വ്യഭിചാരത്തിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഈമാൻ അവനിൽ നിന്ന് പോവുകയാണ്. കാന അലൈഹി കല്ലുല്ല. അവന്റെ മുകളിൽ ഒരു നുല്ലത്ത് പോലെ, ഒരു തണല് പോലെ ഇങ്ങനെ നിൽക്കും. അവന് സംരക്ഷണം നൽകുന്നു എന്നല്ല അവന്റെ അർത്ഥം. അഥവാ അവന്റെ ഈമാനുള്ള ഒരു മനുഷ്യൻ ഇത് കഴിയില്ല. ആ സമയത്ത് അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് അവൻ സുരക്ഷിതനല്ലാത്ത വിധത്തിൽ അതങ്ങ് പുറത്തു പോകും. ആ ഈമാൻ അവനിൽ നിന്ന് ഇല്ലാതെയായി തീരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ലാ യസ്നി സാനി മിൻകും ഇല്ലാ നസഅല്ലാഹു നൂറൽ ഈമാൻ. ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാനിന്റെ പ്രകാശം അവനിൽ നിന്ന് ഊരിക്കളയുകയാണ്. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള അവസ്ഥകളാണ് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ഈ അവിഹിത ബന്ധത്തിലൂടെ എന്തെല്ലാം ഫിത്നകളാണ് സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നത്. കുടുംബ ബന്ധങ്ങൾ തകരുന്ന അവസ്ഥ നമുക്ക് കാണാം. അതുപോലെ അതിന്റെ പേരിൽ മക്കളെ കൊന്നുകളയുന്ന അവസ്ഥ കാണാം. അവിഹിതമായി ഗർഭം ധരിച്ചു, പ്രസവിച്ചു, അങ്ങനെ കുട്ടിയെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിൽ ഒഴിവാക്കി. എത്രയെത്ര വാർത്തകൾ ദിനം പ്രതി നമ്മൾ വാർത്തകൾ കാണുകയോ ദിനപത്രങ്ങൾ വായിക്കുകയോ ചെയ്താൽ ഓരോ പേജിലും ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊന്നുകളയുന്ന കേസുകൾ, കുടുംബത്തോടെ കൊന്നുകളയുന്ന അവസ്ഥകൾ. ഇപ്പൊ നമ്മൾ കൂടത്തായി കൊലപാതകമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്തിന്റെ പേരിൽ? ഇത്തരത്തിലുള്ള ഒരുപാട് അവസ്ഥകളുടെ പേരിൽ അങ്ങനെയാണ്. അതുപോലെ കുട്ടികളുള്ള ആളുകൾ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മൾ കാണുന്നു. കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാവുകയാണ്, പരസ്പരം കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്, മറ്റൊരു മതത്തിലേക്ക് ആളുകൾ ചേക്കേറുകയാണ്. എന്തിനാണ്? കല്യാണം കഴിക്കണമെങ്കിൽ ഈ മുസ്ലിം ആവണം, അപ്പൊ അവൾ മുസ്ലിം ആകുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഞാൻ മുസ്ലിമായി എനിക്കെല്ലാം ആകാം എന്നാണ്. ഇപ്പൊ അടുത്തൊരു വിവാഹം കഴിഞ്ഞില്ലേ, ആ വിവാഹം കഴിഞ്ഞ് മുസ്ലിമായി, അങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം ആ നിക്കാഹ് നടന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ പോയി അവരുടെ ആചാരം എന്താണോ അത് പ്രകാരം അവിടെ ആചാരങ്ങൾക്കനുസരിച്ച് വിവാഹ കർമ്മങ്ങൾ നടന്നു. ഇങ്ങനെ വേണ്ടാത്ത വിധത്തിലുള്ള ഒരുപാട് അവസ്ഥയിലേക്ക്, നാണം കെടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം അവരിലുള്ള മാതാപിതാക്കളൊക്കെ നാണം കെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ചിലപ്പോഴൊക്കെ വിവാഹ രംഗത്ത് പോലും നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. വിവാഹ കർമ്മം നടക്കുമ്പോ നിക്കാഹ് കർമ്മം കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു സംഭവം ഒരു അനുഭവസ്ഥൻ പറയുന്നുണ്ട്. നിക്കാഹ് കർമ്മം കഴിഞ്ഞു, ആളുകൾ സ്റ്റേജിലാണ്, അവിടെ ഉസ്താദുമാരുണ്ട്, കാരണവന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. താഴെ നിന്നുകൊണ്ട് ക്യാമറാമാൻ നിർദ്ദേശിക്കുകയാ. എന്താ? അപ്പോഴേക്ക് വധു അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ വധുവിനോട് പറയുന്നു ചേർന്ന് നിൽക്കാൻ, ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ, ഒന്നുകൂടി കെട്ടിപ്പിടിക്കാൻ, ഒന്നുകൂടി ചുംബിക്കാൻ പറഞ്ഞു. അവർ ചെയ്തു. മാതാപിതാക്കൾ അടക്കമുള്ളവർ, ആ സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും നാണം കെടുകയാണ്. അഥവാ കിടപ്പറകളിൽ ചെയ്യേണ്ടുന്ന സ്വകാര്യമായ പ്രവർത്തികൾ വേദികളിൽ വെച്ചുകൊണ്ട് പരസ്യമായി ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരർത്ഥവുമില്ല എന്ന രൂപത്തിലേക്ക് മാറി ചിന്തിക്കുന്ന ആ രൂപത്തിലേക്കാണ് സമൂഹം ഇന്ന് താഴ്ന്നു പോയിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ പ്രവാചകൻ ഗ്രഹണ ദിവസത്തിലെ ഒരു ഖുത്ബയെ സംബന്ധിച്ച് നമുക്കറിയാം. ആ ഖുത്ബയുടെ ആദ്യ ഭാഗമാണ് നാം കേൾക്കാറുള്ളത്. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം യാ ഉമ്മത്ത മുഹമ്മദ് വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹ് അൻ തസ്നിയ അബ്ദുഹു ഔ തസ്നിയ അമതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഒരാൾ അള്ളാഹുവിന്റെ ഒരു അടിമയെ അല്ലെങ്കിൽ ഒരു ദാസിയെ വ്യഭിചരിക്കുക എന്നതുകൂടി പ്രവാചകൻ അതിനോടുകൂടി ചേർത്ത് പറയുകയാണ്. അഥവാ പ്രവാചക മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത് ഗ്രഹണമുണ്ടാകുന്ന സമയത്ത്, സൂര്യഗ്രഹണമാണെങ്കിൽ ചന്ദ്രഗ്രഹണമാണെങ്കിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം കെട്ടുപോകുന്ന ഇല്ലാതെയാകുന്ന രൂപത്തിൽ ഈ സമയത്ത് ആ മനുഷ്യന്റെ ഈമാൻ ഇല്ലാതെയായി പോകുന്നു എന്നതാണ്. അതുപോലെ ശിക്ഷയെ സംബന്ധിച്ച് ഒരുപാട് ഇസ്ലാം വ്യാജാലമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് സമൂഹം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുൻഗാമികളിൽ കാണാത്ത ഒരുപാട് അസുഖങ്ങൾ, പ്ലേഗുകൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷകൾ പല രൂപത്തിലേക്കായി അവരിലേക്ക് കടന്നു വരും ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഒരുപാട് അതിന്റെ ശിക്ഷയുടെ രൂപങ്ങളെക്കുറിച്ച് ഇസ്ലാം വാചാരമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊരു സമൂഹമാണ് വളർന്നു വരുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഖിയാമത്തിന് അധികം ദൂരമില്ല. ഖിയാമത്തിന് പിന്നെ അധിക ദൂരമില്ല. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ എണ്ണിയതിന്റെ കൂട്ടത്തിൽ അവിഹിത ബന്ധങ്ങൾ അധികരിക്കും, അവിഹിത ബന്ധത്തിലുള്ള കുട്ടികൾ പെരുകും. ഖിയാമത്തിന്റെ ലക്ഷണമായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതാ. ഇന്ന് നോക്കൂ നിങ്ങൾ, അമേരിക്കയിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കുട്ടികളില്ല, ആരാണ് രക്ഷിതാക്കൾ എന്നറിയാത്ത, തന്തമാരാണെന്നറിയാത്ത കുട്ടികൾ വ്യാപിച്ചു കഴിഞ്ഞു. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന രൂപത്തിലേക്ക് പാശ്ചാത്യ നാടുകൾ മാറി. ഇന്നത്തെ നമ്മുടെ നാടുകളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല ജീവിത രീതികളുണ്ട്. ആ ജീവിത രീതികളിലൊക്കെ പാശ്ചാത്യ നാടുകളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട് അവർ പുറകോട്ട് വലിച്ചെറിഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ നാടുകൾ ഇന്ന് ആധുനിക ലോകത്ത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ രംഗത്ത് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുക പ്രയാസകരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പവിത്രത കാണിക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കും. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുന്നതിന്റെ കൂട്ടത്തിൽ വറജുലുൻ തലബതുഹു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാൽ, സുന്ദരിയായ അതുപോലെ തറവാടിയായ ഒരു സ്ത്രീ ഒരാളെ വിളിച്ചു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ. ആ സമയത്ത് എനിക്ക് പടച്ചോനെ പേടിയാണ്, റബ്ബിന്റെ അടുക്കൽ ഞാൻ എത്തപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഈമാനുള്ളവൻ, അങ്ങനെയുള്ള ആളുകൾ, അത് സ്ത്രീയായിരുന്നാൽ അവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിന് പോകുന്ന സ്വഹാബികൾ അവർ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരുമ്പോ അവരുടെ ഭാര്യമാർ നാട്ടുകളിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഗൾഫ് നാടുകളിലേക്കോ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ കച്ചവടത്തിന്റെ ബിസിനസ്സിനൊക്കെ പോകുന്നത് രൂപത്തിൽ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ പോകുന്ന യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആ യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ ഭാര്യമാരെ, വിശ്വാസികളെ നിങ്ങൾ എങ്ങനെ കാണണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുർമത്തു നിസാഇൽ മുജാഹിദീന അലൽ ഖാഇദീന കഹുർമത്തി ഉമ്മഹാതിഹിം. നിങ്ങളുടെ ഉമ്മമാരെ പോലെ കാണണം. അത്രയും പവിത്രതയോടുകൂടി കിട്ടിയ ചാൻസ് ആണ്. അവളെ ഒന്ന് വളയ്ക്കാം, അവളെ ഒന്ന് തിരിക്കാം, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാം, അതിനുള്ള ചാൻസുകൾ ഉപയോഗപ്പെടുത്താം എന്നല്ല ആലോചിക്കേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയ ആളുകൾ, ഇതുപോലെ വിദേശങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയ ആളുകൾ, അവരുടെ ഭാര്യമാരെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പവിത്രതയോടുകൂടി കാണണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, യാ ശബാബ ഖുറൈശ് ലാ തസ്നു ഇഹ്ഫളു ഫുറൂജകും അലാ മൻ ഹഫിള ഫർജഹു ഫലഹുൽ ജന്ന. നിങ്ങൾ നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണം, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ ഫലഹുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഗുഹയിൽ അകപ്പെട്ട ആളുകൾ ആ ഗുഹ പാറക്കല്ല് കൊണ്ട് മൂടിപ്പോയപ്പോ അവർ രക്ഷപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലീ ഇബ്നതു അമ്മിൻ ഉഹിബ്ബുഹാ
ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയെയും സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം എന്റെ ഒരു പിതൃവ്യന്റെ മകളെ ഞാൻ സ്നേഹിച്ചിരുന്നു. അങ്ങനെ അവളോട് ഞാൻ ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടിട്ട് അവൾ സമ്മതിച്ചില്ല. അവസാനം അവൾക്ക് ദാരിദ്ര്യമായി, അവർക്ക് ദൈനംദിന ജീവിതത്തിന് പോലും വഴിമുട്ടിയപ്പോ എന്റെ അടുക്കൽ അവർ വന്നു. എന്നിട്ട് എന്നോട് ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നീ വഴങ്ങിയാൽ ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതല്ലാതെ ആ സ്ത്രീക്ക് നിർവാഹമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ അവസരം ഒത്തിണങ്ങുകയും ആ സമയം അടുത്തു വരികയും ചെയ്തപ്പോ പടച്ചോനെ, ഞാൻ ആഗ്രഹിച്ച ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയെ എത്രമാത്രം സ്നേഹിക്കുമോ അത്രമാത്രം ആഗ്രഹിച്ച ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫ്തഹിൽ ഖാതമ. പടച്ചോനെ സൂക്ഷിക്കണട്ടോ, നീ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. റബ്ബേ, നിന്നെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടായി റബ്ബേ. അങ്ങനെ ഞാൻ ആ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവായി. പടച്ചോനെ, നിന്നെ പേടിച്ചാണ് ഞാൻ ഈ കാര്യം ചെയ്തത് എങ്കിൽ പടച്ചവനെ നീ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുങ്ങിയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. പാറക്കല്ല് വീണ്ടും നീങ്ങി. നിങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളിലേക്ക് പരിശുദ്ധ ഖുർആൻ ഈ മേഖലയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് മണിക്കൂറുകളോളം വിവിധങ്ങളായ മേഖലകൾ നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കാനുള്ളതാണ്. കൂടുതൽ ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങളിലൂടെ പഠിക്കാൻ തയ്യാറാവുക. പവിത്രതയുള്ള ജീവിതം, മാന്യതയുള്ള ജീവിതം, ഇസ്ലാമികമായ ജീവിതം എന്നത് അതിൻ്റെ ആരാധനകളിലൂടെ മാത്രമല്ല, അവന്റെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന ആ മേഖലയിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത, അള്ളാഹു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ എല്ലാം സൂക്ഷിക്കുന്ന, ആ അത്തരത്തിൽ ജീവിക്കുന്ന, ബോധത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന അവൻ്റെ സ്വർഗീയ ജീവിതം, അതായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സ്വപ്നം. അതിന് വിഘാതമായതൊന്നും, നാം ഈ പറഞ്ഞ വിഷയമടക്കം അതിന് വിഘാതമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഈ പറഞ്ഞ ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്നത് പോലും മാധുര്യമായി നമുക്ക് അനുഭവപ്പെടും. ഏറ്റവും ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കുന്നത് പോലും മധുരമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. മദ്യപിക്കാതിരിക്കുന്നത് നമുക്ക് മധുരമാണ്. ഈമാനിന്റെ മാധുര്യമാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തെറ്റ് ചെയ്യും, ഓരോ തെറ്റും, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നത്, സൗകര്യമുണ്ടായിട്ടും ഏർപ്പെടാതിരിക്കുന്നത് നമുക്ക് മധുരമായി അനുഭവപ്പെടണം. ഇങ്ങനെ ജീവിതത്തിലുടനീളം സംശുദ്ധിയോട് കൂടി ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ വ്യാഴാഴ്ച നടന്നു വരാറുള്ള ഹദീത്ത് ക്ലാസ് ഈ ആഴ്ച തിങ്കളാഴ്ചയിലേക്ക് മഗ്‌രിബിന് ശേഷം ആണ് നടക്കുക. മിസ്ബാഹ് ഫാറൂഖിയാണ് ക്ലാസ് എടുക്കുക. അതുകൊണ്ട് എല്ലാ ആളുകളും തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം ആ ക്ലാസ്സിൽ സന്നിഹിതരാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇനി എല്ലാ ബുധനാഴ്ചകളിൽ, 4 ആഴ്ചകളിൽ ഇവിടെ പ്രത്യേകം പരലോകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജിദ് പുക്കുന്ന് മഗ്‌രിബിന് ശേഷം ഈ അടുത്ത 4 ബുധനാഴ്ചകളിലായി മഗ്‌രിബിന് ശേഷം ഈ വിഷയം പ്രത്യേകമായി അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ആ ക്ലാസ്സിലും പ്രത്യേകമായി പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും പങ്കാളികളാകുവാനും അവനോട് ഏറ്റവും കൂടുതൽ അടുക്കുവാനും
അവൻ്റെ അടുക്കലേക്ക് ഓടിയടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഈ വഴിവിട്ട ബന്ധങ്ങളിൽ നിന്ന് സുരക്ഷിതരായി ജീവിക്കുവാനുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അങ്ങനെ ജീവിക്കുമ്പോൾ അതിന് പ്രതിഫലമായി കൊണ്ട് അവൻ്റെ അർശിൻ്റെ തണലും അവൻ്റെ സ്വർഗവും അവൻ നമുക്ക് നൽകും എന്ന് പറഞ്ഞ ആ സ്വർഗം നമുക്ക് ലഭിക്കുന്ന, അർശിൻ്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർ ജീവിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അവരുടെ സന്തോഷത്തിനും അവരുടെ നന്മക്കും വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കച്ചവടമടക്കമുള്ള ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അള്ളാഹുവേ, അവിടെയെല്ലാം നീ ഞങ്ങൾക്ക് ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വല്ല നിലക്കുള്ള പരാജയങ്ങളോ നഷ്ടങ്ങളോ കച്ചവടത്തിൽ പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയെ തിരിച്ചു പിടിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.